മിഞ്ഞാന്നൊരു ചങ്ങായി പ്രസംഗിക്കുക എന്ത് നിങ്ങളുടെ പാർട്ടിക്കാരൊക്കെ മുസ്ലിം അല്ലാത്ത പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഒരുത്തം പ്രസംഗിക്കുക. നമ്മൾ രാഷ്ട്രീയക്കാരെന്തെങ്കിലും ആയിക്കോട്ടെ, അതിവിടെ പ്രശ്നമല്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും, ഏത് ഇടതുപക്ഷം വലതുപക്ഷം, ഞാൻ അത് രണ്ടിന്റെ അടിയിലുള്ള പക്ഷം ഏത് പക്ഷായാലും വേണ്ടില്ല. പക്ഷേ ഈ പറയുമ്പോ ശ്രദ്ധിക്കണം. അയാൾ പറയാ എന്ത് ഞങ്ങളെ നേതാവ് മുസ്ലിം അല്ലാത്ത പെണ്ണിനെ കല്യാണം കഴിച്ചതാണോ നിങ്ങൾ വലിയ തെറ്റായിട്ട് പറയണത്? നിങ്ങളെ പാർട്ടിക്കാരും ചെയ്യണില്ലേ? ആയിക്കോട്ടെ, അത് രണ്ടും പാർട്ടിക്കാരാണ്, അത് പ്രശ്നമല്ല. പാർട്ടിക്കാരും മാതൃകാ യോഗ്യരല്ല. അത് ആ പക്ഷമായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏത് മുന്നണിയായാലും അതൊന്നും മാതൃകാ യോഗ്യരല്ല. എന്നിട്ട് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു അപകടകരമായ വാക്ക്. അയാൾ പറയാ കേട്ടാ പ്രസംഗം ഉസ്താദ്, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആള് സ്വലാത്തൊക്കെ ചെല്ലുന്നുണ്ട്. ആള് കോഴിക്കോട് ജില്ലക്കാരനാണെന്ന് എൻ്റെ അറിവ്, കോഴിക്കോട്ട് തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളായ സൈനബ ബീവിയെ മുസ്ലിം അല്ലാത്ത ആൾക്കല്ലേ കെട്ടിച്ചു കൊടുത്തത്? പറയാ അതുകൊണ്ട് സ്വന്തം പെൺകുട്ടി നമ്മളെ മുസ്ലിമിന്റെ മോളെ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്തതും കെട്ടിക്കണതും അത് തെറ്റല്ല. അള്ളാന്റെ റസൂലിനെ പറ്റി പച്ചക്കള്ളം പറയുകയാണ്, ഇസ്ലാമിനെ പറ്റി പച്ചക്കള്ളം പറയാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു പക്ഷത്തുള്ള ആളാണ്, ഏത് ദർഗകളെയും ജാറമൂടല്ലെയും കുറ്റം പറഞ്ഞത്. അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചങ്ങാതിയാണ് പറയണത് എന്ത് അള്ളാന്റെ റസൂല് വരെ സ്വന്തം മകളെ മുസ്ലിം അല്ലാത്തവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് പച്ചക്കള്ളമാണ്. അന്ന് സൈനബ ബീവിയെ കെട്ടിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മോള് മൂത്ത മോളാണ് സൈനബ ബീവി റളിയല്ലാഹു അൻഹാ. ആ സൈനബ ബീവി ആരാണ്? നാളെ എനിക്ക് എറണാകുളത്ത് പള്ളുരുത്തിയിലാണ് പ്രസംഗിക്കാനുള്ളത്. സംഘാടകര് എന്നോട് പറഞ്ഞു 10,000-കണക്കിന് ആളുണ്ടാവുന്ന പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 10,000-കണക്കിന് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹു നമ്മുടെ പ്രസംഗത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, കാലാവസ്ഥ അനുകൂലമാക്കണേ അല്ലാഹ്. അള്ളാന്റെ റസൂലിന് 40 വയസ്സാകുന്നതിന് മുമ്പാണ് ആരെ സൈനബ ബീവിയെ കെട്ടിച്ചു കൊടുത്തത്. അന്ന് റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയിട്ടില്ല, അന്ന് ശരീഅത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മകളെ സൈനബ ബീവിയെ ആർക്കാ കെട്ടിച്ചു കൊടുത്ത്? ആ മരുമകന്റെ പേരെന്താ നിങ്ങൾക്കറിയോ? എന്റെ പെങ്ങന്മാർക്കറിയോ? ആർക്കെങ്കിലും അറിയോ? അബൂബക്കർ സാഹിബിന്റെ മോനറിയോ? അബൂബക്കർ സാഹിബിന്റെ മോനെയും എന്റെ ഖാലിന്റെ മോനെയും അല്ലാഹു നന്നാക്കണേ അല്ലാഹ്, അഹ്ലുസുന്നത്തിലേക്ക് ആക്കണേ അല്ലാഹ്. സൈനബ ബീവിന്റെ സൈനബ എന്ന മോളെ ശരിക്കും ശ്രദ്ധിച്ചോ. റസൂലുള്ളാഹിന്റെ മകള് സൈനബ ബീവി ഉണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യ സൈനബ ബീവി ഉണ്ട്. റസൂലുള്ളാഹിന്റെ ഭാര്യ സൈനബ എന്നുള്ള പേരിൽ എത്ര സൈനബ ഉണ്ട്? 2 ഭാര്യമാരുടെ പേര് സൈനബ എന്നാ. ഒന്ന് ജഹ്ഷിന്റെ മോളായ സൈനബ, അത് അമ്മായിന്റെ മോളും കൂടിയാണ്. ഒന്ന് ഹുസൈമ എന്നവരെ പേരായ സൈനബ. അതൊക്കെ പഠിക്കണം. ഇതൊക്കെ അറിയുന്ന നമ്മൾ വെപ്പ്, എന്നാ ഒന്നും അറിയില്ല. അതാ മുസ്ലിമീങ്ങളെ അവസ്ഥ. എന്നാ പറയും റസൂലുള്ളാഹിന്റെ മകളായ സൈനബ ബീവിയെ കെട്ടിയ ഭർത്താവിന്റെ പേരെന്താ? അത് ആരാ? റസൂലുള്ളാഹിനായിട്ടുള്ള കണക്ഷൻ എങ്ങനെ, റിലേഷൻ എങ്ങനെ? ഉസ്താദുമാർക്ക് അറിയും, എനിക്കറിയാം, അറിയുന്നുള്ളത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി, അബൂബക്കർ ലത്തീഫ് ഉസ്താദൊക്കെ ഒരുപാട് കിതാബ് നോക്കുന്ന ആളാണ്. കോട്ടൂർ ഉസ്താദിന്റെ ദർശനം പഠിച്ചല്ലേ? അൽഹംദുലില്ലാ, ഉസ്താദിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞാനിവിടെ കോറോത്തയിൽ കുറെ ഉസ്താദുമാർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇടക്കിടക്ക് എന്നെ ബന്ധപ്പെടുന്ന ഒരു ഉസ്താദുണ്ട്, ഇസ്മായിൽ ഉസ്താദ് താനൂക്കാരൻ. മൂപ്പര് ഇമാമത്തിന്റെ ജോലി ഉള്ളത് കൊണ്ടോ മറ്റോ ഇന്ന് വന്നിട്ടില്ല. അവർക്കും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, എന്റെ പെങ്ങളെ, ഖദീജ ബീവിന്റെ അനുജത്തിന്റെ മോളാണ്. ആരെ കെട്ടി? മോനാണ്, അനുജത്തിന്റെ മോനാണ്. ആരെ കെട്ടിയത്? സൈനബ ബീവിയെ കെട്ടിയത്. ഖദീജ ബീവിന്റെ അനുജത്തി ആരാ? ഹാല. അവരെ പേര് ഹാല എന്നാണ്. അന്ന് റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയിട്ടില്ല. ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണെന്നൊരു നിയമം വന്നിട്ടില്ല. എന്നാൽ തന്നെ ആ മരുമകന്റെ പേര് അബുൽ ആസ് എന്നാണ്. അബുൽ ആസിനെ പറ്റി കാഫിർ എന്ന് പറയാൻ പറ്റൂല.
അമുസ്ലിമിനിക്ക് കെട്ടിച്ചു കൊടുത്തു എന്നാ പ്രഭാഷകൻ പറയണത്. കാഫിർ എന്ന് പറയാൻ ആൾക്ക് ധൈര്യം വരുന്നില്ല. ഒരു അമുസ്ലിമിനിക്ക് കൊടുത്തിട്ടില്ല, കെട്ടിച്ചു കൊടുത്തിട്ടില്ല. കാരണം അവര് നരകത്തിലേക്കുള്ള കാഫിറാണെന്ന് വന്നിട്ടില്ല. എന്തുകൊണ്ട്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. പരിശുദ്ധ ഖുർആന്റെ നസ്സാണത്. എന്ത്? ഒരു റസൂല് വന്നിട്ട്, ഒരു അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് ആ റസൂല് നിയമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ നിയമങ്ങൾ കിട്ടാത്ത കാലത്തോളം, ആ നിയമങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത കാലത്തോളം ആ നാട്ടുകാര് കുറ്റക്കാരല്ല. അപ്പൊ ബഹുമാനപ്പെട്ട മക്കയിൽ അന്ന് റസൂല് വന്നിട്ടില്ല. ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പോയി. ഇബ്രാഹിം നബിയാണ് മക്കത്തുണ്ടായിരുന്നത്. ആ ഇബ്രാഹിം നബി വഫാത്തായി പോയി. ഇസ്മായിൽ നബിയും വഫാത്തായി പോയി. പിന്നെ നൂറ്റാണ്ടുകളോളം അല്ലാഹുവിന്റെ ദീനിനെ പറ്റി നാട്ടുകാർക്ക് അറിയില്ല. കുറെ ആളുകളിൽ ആത്തയെയും മുസയെയും പൂജിച്ചവരാണ്, അതേ ശിർക്ക് ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മകളെ ഭർത്താവ്. എന്നാൽ അന്ന് കാഫറാണെന്ന് പറയാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുസ്ലിം അല്ലാത്ത ആൾക്ക് കെട്ടിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നിയമം അന്ന് വന്നിട്ടും ഇല്ല. നിയമം വന്നത് എപ്പോഴാണ്? എല്ലാ നിയമങ്ങളും വന്നത് റസൂലുള്ളാഹിക്ക് 40 വയസ്സുള്ളപ്പോഴാണ്. 40 വയസ്സുള്ളപ്പോ റസൂലുള്ളാഹി ജനങ്ങളെ തൗഹീദിലേക്ക് വിളിച്ചു. ആ ദീനിലേക്ക് പരസ്യമായി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്നു. എല്ലാവരും വന്നു. ഖദീജ ബീവി ആദ്യം ഇസ്ലാമായ മഹദിയാണ്. ഖദീജ ബീവിയാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുസ്ലിം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ല. കണ്ട എന്റെ പെങ്ങന്മാരെ, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുസ്ലിം റസൂലുള്ളാഹിനെ കഴിച്ചാൽ ഒന്നാമത്തെ മുസ്ലിം ഒരാണല്ല, ഒരു പെണ്ണാണ്. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുസ്ലിം ആരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ? അല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് വന്നൊരു മഹദിയുണ്ട്. തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കേറിയിരുന്ന് തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. ഈ കുട്ടിന്റെ എത്ര വയസ്സായി മോനെ? 11 വയസ്സായി. ആ കുട്ടിന്റെ പ്രായം എനിക്കുള്ള കാലത്ത് എൻ്റെ ഉമ്മ പാടി തന്ന പാട്ടാണത്. ഉമ്മ അങ്ങനെ പാടും. എപ്പോഴും 50 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ ഒരാഴ്ച വെച്ചിട്ടാ പൊരിക്കൽ. ചിലപ്പോൾ 2 ആഴ്ച. അത് മീൻ പൊരിക്കാനും, മീൻ അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ പൊരിക്കാനും ദോശ ഉണ്ടാക്കാനും എല്ലാം കൂടി 50 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ അന്ന് മതിയായിരുന്നു. ആ 50 മില്ലി എണ്ണ എത്ര ഉണ്ടാവും? അത്രയും വെളിച്ചെണ്ണ കൊണ്ട് ദോശ ചൂടുന്ന കാലമാണ് അല്ലേ? അടുത്ത അയൽവക്ക് ഇവിടുത്തെ ഞങ്ങളെ അടുപ്പിൽ തീ കത്തിക്കാൻ വകയില്ലാഞ്ഞിട്ട് ചകിരിയുമായി അപ്പുറത്ത് കൊണ്ടേ കൊടുത്ത്. ഉമ്മയിമ താത്ത എന്ന് പറഞ്ഞൊരു ഉമ്മ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. സ്വർഗം നൽകണേ അല്ലാ. ആ ഉമ്മയിമ താത്താൻ്റെ അടുക്കന്ന് കുറച്ച് ആ ഉമ്മയിമ താത്താൻ്റെ അടുപ്പിലെ തീ എടുത്തിട്ട് ഈ ചകിരിയിൽ വെച്ച് തരും. ആ ചകിരി ഞങ്ങളെ പുരയിൽ അടുപ്പിൽ കൊണ്ടുവന്നിട്ടാ കത്തിക്കുക. തീപ്പട്ടി വാങ്ങാൻ പൈസ ഇല്ലാത്ത കൊണ്ടിട്ടാണ് അന്ന് തീ കത്തിക്കാൻ ആകെ ഉള്ള ഉപകരണം തീപ്പട്ടി എന്നാണ് അതിന്റെ പേര്. ഈ കുട്ടിക്കൊന്നും അറിയില്ല. തീപ്പട്ടി കണ്ടുകണോ? അവനാൾ ഉഷാറ. അൽഹംദുലില്ലാഹ്. എല്ലാം സ്വർഗം കാണാനും റസൂലുള്ളാഹിനെ കാണാനും ഒക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല കുട്ടിയാണ്. എനിക്ക് മുമ്പിലിരിക്കുന്ന കുട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിദാന എവിടെ? ഓൻ പോയി കിടന്നുറങ്ങിപ്പോയി. ഇൻഷാ അല്ലാഹ്. അപ്പോഴും ഉറങ്ങാത്ത കുട്ടിയാണ് ഈ കുട്ടി. ഈ കുട്ടിന്റെ പ്രായം എത്ര? 11. യുവർ നെയിം? അബാൻ. أبانا مولده عن طيب عصوره يا طيب مبتدئ منه ومختتم صل رسول الله كصلاة المولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم
يا خير من يمم العفون ساحته سعيا وفوق متون الأينق الرسم مولاي صل وسلم دائما أبدا على حبيبك. അബാൻ എന്നുള്ള പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് അബാന മൗലിദ് എന്നുള്ള വരി ഓർമ്മയത്. അപ്പൊ ആ കുട്ടി 11 വയസ്സ് അല്ലേ? എനിക്ക് 11 വയസ്സുള്ള കാലത്ത് എൻ്റെ ഉമ്മ പാടിയ പാട്ടാണ് എന്ത്? തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ ഇരുന്നിട്ട് ചന്തി വേദനാകാൻ തുടങ്ങിപ്പോയില്ലേ? ആ ആചാര്യ എണീച്ചപ്പോൾ എനിക്കത് മനസ്സിലായത്. ഒന്ന് എണീച്ചക്ക് എല്ലാവരും ഒരു 3 സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. അപ്പൊ എന്തായി? ആ ഖദീജ ബീവി ആദ്യം ഇസ്ലാമിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ദീനിനെ പറ്റി ആർക്ക് വിവരം കിട്ടിയത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വിവരം കിട്ടിയത് ആഫ്റ്റർ സം ടൈമാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ ഇയാള് പ്രസംഗിക്കുക ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല? മുസ്ലിമിന്റെ മകളെ അമുസ്ലിമായ പുതിയാപ്പളിനെ കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിമിന്റെ മകനെ അമുസ്ലിമായ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിക്കണതിൽ ഒരു കുഴപ്പമില്ല എന്ന് ഇസ്ലാമിന്റെ കാര്യം പറയാൻ രാഷ്ട്രീയക്കാര് വരാൻ പാടില്ല. ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞാലൊക്കെ ആ പാർട്ടിക്കാർ ചിലപ്പോൾ ശരിയാന്ന് വിചാരിക്കുകയാണ്. ഇയാളത് പ്രസംഗിക്കുമ്പോ മുസ്ലിം അല്ലാത്ത എത്രയോ ആളുകൾ ആ പാർട്ടിന്റെ പ്രവർത്തകന്മാര് മുമ്പിലുണ്ടാകും. മുസ്ലിമിന്റെ പേരുള്ള ഈ മനുഷ്യൻ പ്രസംഗിക്കുമ്പോ അള്ളാന്റെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ദർഗന്റെ മുകളിൽ തുണി വിരിക്കുന്നതിനെ കുറ്റം പറഞ്ഞത് ഒരാളാണെങ്കിൽ അതിന്റെ എതിർചേരിയിലുള്ള പാർട്ടിക്കാരനാണ് ഇത് പറഞ്ഞത്. ഏത് പച്ചക്കള്ളം? അള്ളാന്റെ റസൂലിന്റെ മോളെ കെട്ടിച്ചത് കാഫിറിനെ കൊണ്ടാണെന്ന്. ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അന്ന് അങ്ങനെ നിയമം വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് പറഞ്ഞോളണം. ഇസ്ലാമില് ആദ്യകാലത്ത് ചിലരൊക്കെ കള്ള് കുടിച്ചൊരു കാലം വന്നിട്ടുണ്ട്. ചിലർ പറഞ്ഞ മുസ്ലിങ്ങള്, അതായത് റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങൾ അറിയില്ലേ, എത്രയോ സ്വഹാബികൾ തന്നെ, എത്രയോ നല്ല ചുരുക്കം ചില സ്വഹാബികൾ കള്ള് കുടിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ അത് ഹറാമായിട്ടില്ല. എന്തേ ഹറാമാകാത്തത്? 23 കൊല്ലം കൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. റസൂലുള്ളാഹിക്ക് 40 വയസ്സായത് മുതൽ എത്ര വയസ്സ് വരെ? 63 വയസ്സ് വരെ. അള്ളാന്റെ റസൂലിന്റെ ആദ്യകാലത്ത് റസൂലുള്ള ഭക്ഷണം കഴിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്ന സ്വഹാബത്ത്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് ഒരു റൊട്ടിന്റെ കഷ്ണം ഉണ്ടാവുള്ളൂ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരിയ്ക്കുമ്പോ അവിടെ സ്വഹാബികളായ ആണുങ്ങൾ ഇരുന്നിരുന്നു. ആദ്യകാലത്ത് അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിയമം വന്നിട്ടില്ല, ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ടില്ല. ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കങ്ങൾ, ഞാൻ സ്വന്തം പറയുകയാണെങ്കിൽ. പക്ഷേ അക്കാലത്ത് തന്നെ മനസ്സുകൊണ്ട് വെറുത്തു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരാരാ? മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. ആരാ മോനെ മുഅ്മിനീങ്ങളുടെ ഉമ്മ? ബീവി ഖദീജ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. النبي أولى بالمؤمنين من أنفسهم وأزواجه റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുഹും, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. എടക്കരയിലും കോറോത്തയിലും മലപ്പുറത്തും അള്ളാന്റെ ദുനിയാവിൽ എവിടെയും ഉള്ള മുഅ്മിനായ ഉമ്മമാരെ, മുഅ്മിനായ ആണുങ്ങളെ, നമ്മളെ ഉമ്മയാണ് ആര്? ബീവി ഖദീജ, ബീവി ആയിഷ.
ആ ഖദീജ ബീവിന്റെ പൊന്നുമോനാണ് ആര്, പേരക്കുട്ടിയാണ് ആര്, ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജിലാനി ബവമുദുവിന് ഖുതുബായി വന്നോവർ ബാനം മദളിലോ കെളിമിക ചോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ വലിയ മഹത്വം ഖാദി മുഹമ്മദ് തങ്ങൾ പറയാണ്. ഒരുപാട് കിതാബ് ഉണ്ടാക്കിയ ആളാണ് ഖാദി മുഹമ്മദ്. അവരെ കിതാബായ ഫത്ഹുൽ മുബീൻ ഏറെക്കുറെ ഞാൻ മുത്താല ചെയ്തിട്ടുണ്ട്. ആ മഹാൻ പറയാണ് എന്ത്, അലം അലം ഉടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർക്കീല ആണോവർ. ഏതോ ഒന്നിന്റെ ബോക്സിന്റെ ഇത് പോയിട്ടുണ്ട്, അതിൻ്റെയാണ് അതിൻ്റെ ഒന്നും അറിയില്ല. ഏതോ ഒന്നിന്റെ കണക്ഷൻ വിട്ടിട്ടുണ്ട്. ഹംസൂന് എല്ലായിടത്തും കണക്ഷൻ കൊടുക്കുന്ന ആളാണ് അവൻ. അള്ളാഹ് നല്ല ആൾക്കാർ തമ്മിലൊക്കെ പണക്കത്തിലായാലും അവിടെയും കണക്ഷൻ കൊടുക്കാൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. അല്ല ഏതോ ഒന്നിന്റെ ഒച്ച പറഞ്ഞിട്ടുണ്ട്. എന്താ ഒച്ച പറഞ്ഞ് നിങ്ങളെ ചെവിക്ക് തോന്നിക്കണോ? നിങ്ങൾ നാളെ തന്നെ ചെവി ഡോക്ടറെ അടുത്ത് പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ചെവിക്ക് തോന്നിക്കും. അൽഹംദുലില്ലാ ഭക്ഷണം കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തോ ഒന്ന് ഇവിടെ വിട്ടാണോന്ന് അറിയില്ല, ഏതോ ഒന്നിന്റെ ഒച്ച പോയിട്ടുണ്ട്. സാരല്ല. അംസുവിന് ഉറക്കം വരുന്നതുകൊണ്ട് അംസു ഓഫാക്കിയതാണ് എന്തോന്ന് അറിയില്ല. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് അംസുവിന് അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? അപ്പൊ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് ആരാണ്? ആലം ഉടയവൻ ഏകൽ അരുളാലെ ആയ മുഹമ്മദ് അവർക്കിള ആണോവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടിയാണ് ആര്? ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജിലാനി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇതൊന്നും തമാശല്ല. ഞാൻ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാത്തിഹ ഓതുകയാണ്, ഇനി ദുആർക്കാണ്. എന്താ ഉസ്താദേ അവർ ഒരേ കുറേ കാര്യങ്ങൾ ദുആർക്കാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഷാഹിദ് സഖാഫിയോട് പറഞ്ഞു, ഷാഹിദ് എന്നുള്ള പേര് എവിടെ ഉണ്ട്? ആ പേര് ഖുർആനിലുണ്ട്. ഖുർആനിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അർസൽനാക ഷാഹിദാ. സാരല്ല, ഇന്നിപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്. ചെറിയ മഴയല്ല, നല്ല മഴയുണ്ട്. അള്ളാഹു തആല വിചാരിക്കുമ്പോഴേ മഴ ഉണ്ടാവുള്ളൂ. ഇന്ന് കേരളം മുഴുവൻ സ്കൂൾ ലീവാണ്. കാരണം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു രാവിലെ മുതൽ നല്ല മഴയാവും. അതുകൊണ്ട് ചോന്ന അലർട്ട്, പച്ച അലർട്ടും പോരാ, ചോന്ന അലർട്ട്, റെഡ് അലർട്ട്. ഇന്ത്യ നാട്ടിലൊക്കെ ഞാൻ അസർസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നത് ഈ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചു. മുമ്പൊക്കെ 3ഉം 4ഉം ഒക്കെ മണിക്കൂർ ആകലുണ്ട്. അവിടെ അസറിന് ഞാൻ പുറത്തിറങ്ങണത് വരെ നല്ല വെയിലാ. പക്ഷേ മഴ രാത്രി ആകണം എന്നാണ് അള്ളാൻ്റെ തീരുമാനം. ഞാൻ മിഞ്ഞാന്ന് രാത്രിയും 4ാം നാൾ രാത്രിയും മംഗലാപുരത്ത് നിന്ന് 3 മണിക്കൂർ കാറിലിരിക്കണം. എങ്ങോട്ട് ചിക്ക്മംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയായിരുന്നു പ്രസംഗം. മിഞ്ഞാന്ന് രാത്രി ഇതേമാതിരി മഴ, നല്ല മഴ 2 മണിക്കൂർ. ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായി, ഇതിനേക്കാൾ ഏറെ ആളുണ്ടായി. അൽഹംദുലില്ലാ. അവിടെയൊക്കെയുള്ള ആൾക്കാർക്ക്, കർണാടകത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ദീനി ആവേശം തന്നെ. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല ദീനി ആവേശം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആലം ഉടയവൻ. ഇനിയിപ്പോൾ ടൈമില്ല. ആനുകാലികങ്ങൾ കുറച്ച് ഉൾപ്പെടുത്താൻ ഞാൻ സംഗതി നടക്കൂല ഉസ്താദേ. അവർക്കൊക്കെ അവരെ പാർട്ടിയാണ് വലുത്. ദീനിന്റെ കാര്യം ആർക്കും വലുതല്ല. അതുകൊണ്ട് നമ്മൾ ദീനിന്റെ കാര്യത്തിന് മുറുകെ പിടിക്കുക. അതിന് എതിരിൽ ഏത് രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും അത് നമ്മുടെ വിഷയമല്ല. ഇവിടെ ദീനിന്റെ കാര്യം പറയേണ്ടത് ആലിമീങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയേണ്ടത് മുഹീദ്ദീൻ ശൈഖിനെ ബഹുമാനിക്കുന്നവരാണ്. മുഹീദ്ദീൻ ശൈഖ് ശരീഅത്തിന്റെ ഇൽമു പഠിപ്പിച്ച മഹാനാണ്. അതാ ബലത്ത് ശരീഅത്തെന്നും കടൽ ഉള്ളവർ ഇടത്ത് ഹഖീഖ
ത്വരീഖത്തെന്നും കടലുള്ളവർ. ശരീഅത്തില്ലാതെ ഒരു ത്വരീഖത്തുമില്ല, ഒരു ഹഖീഖത്തുമില്ല, ഒന്നുമില്ല. ശരീഅത്ത് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ. കള്ളു കുടിക്കരുത്, 5 നേരം നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം. അല്ലാഹു തആല കൂടുതൽ ഫർളും സുന്നത്തൊക്കെ പതിവാക്കാൻ, ഞങ്ങൾക്ക് ഫർള് എല്ലാം ചെയ്യാനും സുന്നത്ത് കൂടുതലാക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്.